മയ്യിത്ത് നമസ്കാരം. മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മയ്യിത്ത് നമസ്കാരം. ഇതൊരു സാമൂഹ്യ ബാധ്യതയാണ്. അതായത്, ആരും നിർവഹിക്കാതിരുന്നാൽ സമൂഹം മുഴുവൻ കുറ്റക്കാരായി തീരുന്നതാണ്. സ്ത്രീകൾക്കും മയ്യിത്ത് നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. മയ്യിത്ത് നമസ്കാരത്തിന് ഇമാം നിൽക്കാൻ കൂടുതൽ അർഹരായവർ മയ്യിത്തുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ്. മയ്യിത്ത് നമസ്കാരത്തിന് സഫ് നിൽക്കുമ്പോൾ മറ്റ് ഫർള് നമസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായി വരികൾ അടുത്തടുത്തായി നിൽക്കണം. മയ്യിത്ത് നമസ്കാരത്തിന് പ്രാരംഭ തക്ബീർ അടക്കം 4 തക്ബീറുകളാണ് ഉണ്ടാവുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം: നജ്ജാഷി മരിച്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മരണവാർത്ത ജനങ്ങളെ അറിയിക്കുകയും അവരെയും കൊണ്ട് നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുകയും 4 തക്ബീറുകൾ ചൊല്ലുകയും ചെയ്തു. ഇതര നമസ്കാരങ്ങളെപ്പോലെ വുളു ഉണ്ടായിരിക്കുക, നിയ്യത്ത് ഉണ്ടായിരിക്കുക, ഖിബിലക്ക് നേരെ തിരിയുക, നഗ്നത മറയ്ക്കുക, കഴിവുള്ളവൻ നിൽക്കുക തുടങ്ങിയ നിബന്ധനകൾ മയ്യിത്ത് നമസ്കാരത്തിലും പാലിക്കേണ്ടതാണ്. എന്നാൽ മറ്റു നമസ്കാരങ്ങളെപ്പോലെ സുജൂദോ റുകൂഅോ മയ്യിത്ത് നമസ്കാരത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. പുരുഷനാണെങ്കിൽ തലയുടെ ഭാഗത്തും സ്ത്രീയാണെങ്കിൽ മധ്യഭാഗത്തുമാണ് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ നിൽക്കേണ്ടത്. മയ്യിത്തിന്റെ തലയുടെ ഭാഗം ഇമാമിന്റെ വലതുവശത്ത് വരത്തക്ക രീതിയിലായിരിക്കണം മയ്യിത്തിനെ കിടത്തേണ്ടത്. മയ്യിത്ത് നമസ്കാരം വീട്ടിൽ വച്ചോ പള്ളിയിൽ വച്ചോ മൈതാനത്ത് വച്ചോ നിർവഹിക്കാവുന്നതാണ്. മയ്യിത്ത് നമസ്കാരത്തിന്റെ രൂപം: ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് 2 കൈകളും ചുമലിന് നേരെ ഉയർത്തി കൈകെട്ടുക. ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടാമത്തെ തക്ബീറിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അത് ഇപ്രകാരമാകുന്നു: അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവേ, ഇബ്രാഹീമിനും കുടുംബത്തിനും നീ ഗുണം ചെയ്ത പോലെ മുഹമ്മദിനും കുടുംബത്തിനും നീ ഗുണം ചെയ്യണമേ. നിശ്ചയം നീ സ്തുത്യർഹനും ഉന്നതനുമാണ്. അല്ലാഹുവേ, ഇബ്രാഹീമിനെയും കുടുംബത്തെയും നീ അനുഗ്രഹിച്ചതുപോലെ മുഹമ്മദിനും കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണമേ. നിശ്ചയം നീ സ്തുത്യർഹനും ഉന്നതനുമാണ്. മൂന്നാമത്തെ തക്ബീറിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം: അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഅ മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദി വനഖ്ഹിഹി മിനൽ ഖതായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബ്യദു മിനദ്ദനസി വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വഅദ്ഖിൽഹുൽ ജന്നത വഖ്ഹി ഫിത്നത്തൽ ഖബ്രി വഅദാബൻ നാർ. അല്ലാഹുവേ, ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ.
ഇദ്ദേഹത്തിന്റെ ആതിഥ്യം ആദരപൂർവമാക്കണമേ. ഇദ്ദേഹത്തിന്റെ പ്രവേശന സ്ഥലം വിശാലമാക്കണമേ. വെള്ളം, മഞ്ഞ്, ഹിമം എന്നിവ കൊണ്ട് ഇദ്ദേഹത്തെ കഴുകി ശുദ്ധിയാക്കണമേ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കുന്ന പോലെ ഇദ്ദേഹത്തെ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കണമേ. ഇദ്ദേഹത്തിന്റെ ഭവനത്തേക്കാൾ ഉത്തമമായ ഭവനവും കുടുംബത്തേക്കാൾ ഉത്തമ കുടുംബവും ഇദ്ദേഹത്തിന് നൽകണമേ. ഇദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷയിൽ നിന്ന് അഭയം നൽകണമേ. നാലാമത്തെ തക്ബീറിന് ശേഷം വ്യത്യസ്ത പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ഒന്ന് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ലാ തുഹർരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു. അല്ലാഹുവേ, അവന്റെ പേരിലുള്ള പ്രതിഫലം നീ ഞങ്ങൾക്ക് നിഷേധിക്കരുതേ. അവന് ശേഷം ഞങ്ങളെ നീ നാശത്തിലാക്കരുതേ. മറ്റൊന്ന്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന വസഗീറിന വകബീറിന വദകരിന വഉൻസാന. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന ഫഅഹീഹി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്ന വതവഫഹു അലൽ ഈമാൻ. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തുദില്ലനാ ബഅദഹു. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും സ്ഥലത്തുള്ളവർക്കും ഇല്ലാത്തവർക്കും ചെറിയവർക്കും വലിയവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നീ പുറത്തു തരണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ആരെയെങ്കിലും ജീവിപ്പിക്കുകയാണെങ്കിൽ മുസ്ലിമായി ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയാണെങ്കിൽ വിശ്വാസിയായി മരിപ്പിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, അവന്റെ പേരിലുള്ള പ്രതിഫലം നീ ഞങ്ങൾക്ക് നിഷേധിക്കരുതേ. അവന് ശേഷം ഞങ്ങളെ നീ നാശത്തിലാക്കരുതേ. മറ്റൊന്ന്, അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഈ ലോകത്ത് ഞങ്ങൾക്ക് നന്മ നൽകണമേ, പരലോകത്തും നന്മ നൽകണമേ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. തുടർന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് സലാം വീട്ടുക. ജനാസ കൊണ്ടുപോകൽ. മയ്യിത്ത് നമസ്കാരം നിർവഹിച്ച ശേഷം ജനാസ കൊണ്ടുപോകലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായ സുന്നത്ത്. ജനാസ കൊണ്ടുപോകുമ്പോൾ വേഗത്തിൽ കൊണ്ടുപോകേണ്ടതാണ്. വളരെ സാവധാനത്തിൽ ജനാസ കൊണ്ടുപോകൽ പ്രവാചകചര്യക്ക് വിരുദ്ധമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസിൽ ഇപ്രകാരം കാണാം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ മൃതദേഹം ധൃതിപ്പെട്ട് സംസ്കരിക്കണം. ആ മയ്യിത്ത് സുകൃതം ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിനെ